കണ്ണൂർ തോട്ടടയിൽ ITIയിലെ സംഘർഷം ഇത്തിരി ഗുരുതരമാണ്. 17 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. 12 SFI പ്രവർത്തകർക്കെതിരെയും KSU പ്രവർത്തകർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. ജില്ലയിൽ ഇന്ന് KSUവിൻ്റെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഈ തോട്ടട സംഘർഷത്തിൽ ആ പരിക്കേറ്റ പയ്യൻ്റെ നില ഗുരുതരമാണെന്ന് കേൾക്കുന്നു. നട്ടലിനാണ് പരിക്കെന്നാണ് കേൾക്കുന്നത്. നന്നായി ആ പയ്യനെ തല്ലിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ പയ്യൻ്റെ നില എങ്ങനെയാണ് അർജുൻ കല്യാട് ഇപ്പോൾ? തോട്ടടയിലെ KSU യൂണിറ്റ് പ്രസിഡന്റാണ് റിബിനാണ് ഇന്നലെ SFI പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിച്ചത്. അതിനുശേഷം റിബിൻ കണ്ണൂരിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നട്ടെല്ലിനാണ് റിബിന് പരിക്കേറ്റത്. അതിനുശേഷം റിബിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായ ഒരു പരിക്കാണ് റിബിനെ ഏറ്റിട്ടുള്ളത്. ആ ക്യാമ്പസിൽ വളരെ ചുരുക്കം KSUക്കാർ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 5-10 KSUക്കാർ മാത്രമാണ് ആ ക്യാമ്പസിലുള്ളത്. ആ 10 പേരാണ് വളരെ ഊർജ്ജമായി അല്ലെങ്കിൽ ആവേശത്തോടു കൂടി KSUവിൻ്റെ യൂണിറ്റ് രൂപീകരിക്കാനും KSUവിൻ്റെ പ്രവർത്തനങ്ങളുമെല്ലാം നടത്തിയിട്ടുള്ളത്. അതിനിടയിലാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഘർഷം നടന്നത്. എന്തായാലും വലിയ ഒരു സംഘർഷമായിരുന്നു ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ക്യാമ്പസിൻ്റെ മുൻവശവും ക്യാമ്പസിനകവും എല്ലാം തന്നെ വലിയൊരു സംഘർഷ ഭരിതമാവുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. ഇന്നെന്തായാലും KSUവിൻ്റെ പഠിപ്പ് മുടക്ക് ജില്ലയിൽ നടക്കുന്നുണ്ട്. ഈ SFI അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് KSU ഇങ്ങനെ ഒരു പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ കൂടി തുടർ സംഘർഷങ്ങൾക്ക് സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം SFIക്ക് മൃഗീയ ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ KSU ഏതെങ്കിലും തരത്തിൽ പഠിപ്പ് മുടക്കുമായി പോകുമ്പോൾ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രതിഷേധ പ്രകടനങ്ങളോ അല്ലെങ്കിൽ അത്ര മുദ്രാവാക്യം വിളികളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടെയും ഏതെങ്കിലും ഒരു ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കൃത്യമായ രീതിയിൽ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് കൃത്യമായ രീതിയിൽ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അവർക്കെല്ലാം തന്നെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ സംഭവത്തിൽ തോട്ടട ITയിൽ നടന്നിട്ടുള്ള സംഘർഷത്തിൽ 17 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിൽ 12 പേർ SFI പ്രവർത്തകരാണ്. SFIയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, KSUവിൻ്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയവർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. 12 SFI പ്രവർത്തകർ, 5 KSU പ്രവർത്തകർ എന്നുള്ള രീതിയിലാണ് പോലീസ് കേസെടുത്തത്. നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് പോലീസ്. ആ സർവകക്ഷി യോഗത്തിൽ കൃത്യമായ രീതിയിൽ ഈ ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്തി ഒരു സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. തെരഞ്ഞെടുപ്പാണ്, ITI തെരഞ്ഞെടുപ്പാണ്. ഈ 20-ാം തീയതി തീർച്ചയായിട്ടും അനിശ്ചിതകാലമായി ഈ കോളേജ് അടച്ചിരിക്കുകയാണ്. ITI അടച്ചിരിക്കുകയാണ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ സമാധാന യോഗത്തിനൊക്കെ ശേഷം മാത്രം ഈ ക്യാമ്പസ് തുറന്നാൽ മതി, അല്ലെങ്കിൽ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം തുറന്നാൽ മതി. ഈ പ്രിൻസിപ്പാൾക്കൊക്കെ വലിയ ഭയമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ സംഘർഷം കൈവിട്ടു പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ട അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പ്രിൻസിപ്പളാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു മുൻകൂർ നടപടി എന്ന കഷ്ടമാണല്ലേ അർജുൻ കല്യാട്. പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് തല്ലുണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ടോ? ക്യാമ്പസിൽ സ്വാഭാവികമായി നമ്മളൊക്കെ ചെറിയ രീതിയിലുള്ളൊരു വാക്കുതർക്കവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത്രയും ഭീകരമായ രീതിയിലുള്ള ഒരു തല്ലിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും നമ്മൾ പഠിക്കുമ്പോഴും ഉണ്ടായിട്ടില്ല. SFI KSU എന്ന രീതിയിൽ തന്നെയുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ നമ്മളിപ്പോഴും അതിനുശേഷമാണ് അറിയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് നമ്മൾ വലിയ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത രീതിയിലൊക്കെ പെരുമാറുമെങ്കിൽ കൂടി അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ളത് അന്ന് പരസ്പരം തല്ലുകൂടിയ സുഹൃത്തുക്കളാണ്. അതിനുശേഷം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ തല്ലിയത് എന്ന് പലപ്പോഴും നമ്മളങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആ ക്യാമ്പസിൻ്റെതായ ആ ചോരത്തിളപ്പിൻ്റെ പ്രായത്തിൽ അതൊക്കെ അങ്ങനെ ആ ക്യാമ്പസ് പഠിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയതാണോ എന്തോ നമ്മൾ ആലോചിക്കും അല്ലേ അർജുൻ കല്യാട്? പലപ്പോഴും അങ്ങനെയാണ്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ഇപ്പോൾ മനസ്സിലാവുന്നില്ല. പക്ഷേ നോക്കൂ, ആ റിബിൻ്റെ കാര്യം, നട്ടലിനാണ് ഇടികിട്ടിയിരിക്കുന്നത്, പരിക്കേറ്റിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ആഘാതം എത്ര വർഷം കഴിഞ്ഞാലും മാറുകയുമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അർജുൻ കല്യാട് പറഞ്ഞതുപോലെ ആ സമയത്തെ ചോരത്തിളപ്പാണ് ഈ പറയുന്ന അടിയും ഇടിയായിട്ടൊക്കെ മാറുന്നത്. നാട്ടുകാർ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ ഇങ്ങനെ അയച്ചിരിക്കുന്നു എന്നുള്ളൂ. അവിടെ പഠിക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നതാണ്. അവർ പോയി പഠിക്കുക, കാര്യമായിട്ടൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ തൊഴിൽ നേടി ആ കുടുംബത്തെയൊക്കെ പോറ്റി സ്വന്തം കുടുംബമൊക്കെ ഉണ്ടാക്കി ജീവിക്കുക എന്നതിനും അപ്പുറത്തേക്ക് അടികൂടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ പോകുമ്പോൾ അത് നമുക്കൊക്കെ വലിയ ആശങ്കയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നമ്മളുമൊക്കെ ഒരു കാലത്ത് അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ അനുഭവം ഉണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അടി വെച്ച് കൊടുത്തിരുന്നു. കളിയുടെ ഇടയിൽ എന്തോ പറഞ്ഞതിനാണ്. അന്ന് പിന്നീട് ഭയങ്കര പൊരിഞ്ഞടിയായിട്ടൊക്കെ മാറി. ഗ്രൗണ്ടിൽ കിടന്ന് അടി കൂടി ഹെഡ് മാസ്റ്റർ പിടിച്ച് രണ്ടുപേരെയും നല്ല പെട്ടച്ചു.
പക്ഷേ ഒടുവിൽ ഒരു 4-5 വർഷം മുമ്പ് അതിൽ നമ്മുടെ ഒരു പ്രിയ സുഹൃത്തായിരുന്നു. ആ സുഹൃത്തിന് വളരെ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ഇങ്ങനെ നമ്മളിതിന് ആലോചിക്കുമല്ലോ, അപ്പോഴാണ് നമുക്കൊരു സങ്കടം ഉണ്ടാവുക. അയ്യോ, പണ്ട് ഇയാളെ നമ്മൾ തല്ലിയതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല്ലുകൂടിയതല്ലേ. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ കോളേജിൽ സംഭവിക്കുന്നത് സൂക്ഷിച്ചു വേണം. അതിനു പിന്നിൽ മറ്റ് ചില ആളുകളുടെയൊക്കെ പ്രേരണയും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഒന്ന്, നിങ്ങൾ ഇപ്പോൾ വാങ്ങി വെച്ചാൽ അത് ജീവിതകാലം മുഴുവൻ പിടിപ്പത് പണിയാവും. നട്ടലിനുള്ള പരിക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, തലയ്ക്ക്, നട്ടലിന്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക്. 2, കേസിൻ്റെ കാര്യമാണ്. ഇപ്പോഴല്ല നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നത്, കുറച്ച് വർഷം ഇങ്ങനെ നടക്കേണ്ടി വരും. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് പോയി പഠിച്ച് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കുക പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമല്ല, അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാണെങ്കിലും. കാര്യം അതല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കുക.